ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഫിലിപ്സിൻ്റെ 43PUT6002 എന്ന മോഡലാണ്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ നമ്മൾ പവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാൻഡ് ബൈ ഒന്ന് റിലീസ് ചെയ്ത് എന്താണെന്ന് കംപ്ലൈൻറ്റ് ഒന്ന് കണ്ടു നോക്കാം. ജസ്റ്റ് അതിൻ്റെ ലോഗോ വന്നിട്ട് അത് ബ്ലാക്കായി പോയി, ഫുള്ളായിട്ട് പോയി. അപ്പോൾ ഇത്തരത്തിൽ നമുക്കിത് എന്ത് കംപ്ലൈൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മൊബൈലിലെ ഫ്ലാഷോ അല്ലെങ്കിൽ സാധാരണ ലൈറ്റുകൾ ഉപയോഗിച്ച് അകത്തൊരു ഡിസ്പ്ലേയുടെ ഒന്ന് ചേർത്ത് പിടിച്ച് നോക്കാം. അകത്ത് പിക്ചർ കാണുന്നുണ്ടെങ്കിൽ ഒരു 80% അതിൻ്റെ ബാക്ക് ലൈറ്റ് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് കൂടുതൽ. അങ്ങനെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ചില ടി വികളിൽ നമ്മൾ ഈ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ചാലും അകത്ത് നമുക്ക് പിക്ചർ കാണാൻ സാധിക്കില്ല. അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മളത് അഴിച്ചു നോക്കി റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി വരും. ഇവിടെ നമുക്ക് ആ പിക്ചർ അതിനകത്ത് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 80% LED കംപ്ലൈൻ്റ് ആണെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അഴിച്ചു നോക്കി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു 43 4K TV ആണ്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പാനൽ LG എന്ന ബ്രാൻഡിൻ്റെ പാനലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവർ നമുക്ക് ടീകോം ബോർഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും LG എന്ന ബ്രാൻഡിങ്ങിനകത്ത് കൊടുത്തിട്ടുണ്ട്. LGയുടെ 4K ഡിസ്പ്ലേ ആണ് അവർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ ബാക്ക് ലൈറ്റിൻ്റെ സപ്ലൈയും ചെക്ക് ചെയ്ത് ബാക്ക് ലൈറ്റ് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പവർ സപ്ലൈ ബോർഡിൽ നിന്നും LED ജിഗ് നമ്മൾ റിമൂവ് ചെയ്ത് LED ചക്കർ ഉപയോഗിച്ച് അതിൻ്റെ വോൾട്ടേജ് നമുക്കൊന്ന് മെഷർ ചെയ്യാം. ഇവിടെ 2 പോസിറ്റീവും 2 നെഗറ്റീവും വരുന്നുണ്ട്. അതായത് 2 വെള്ള വരും, 2 റെഡ് വരും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അകത്തുള്ള LED 2 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സെക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ ഒരു വൈറ്റും ഒരു റെഡിലും നമ്മൾ LED ചക്കർ കണക്ട് ചെയ്ത് നോക്കണം. ഇവിടെ ഒരെണ്ണത്തിൽ 64 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത കണക്ഷനിലൊന്ന് കൊടുത്തു നോക്കാം. എത്ര വോൾട്ടേജാണ് കാണിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ 64 കാണിച്ചിരുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം ഒരു 67 സംതിങ് കാണിക്കുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു സൈഡിൽ വോൾട്ടേജ് കുറവാണ്. അതിനർത്ഥം LED ഏതോ കുറച്ചെണ്ണം പോയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ നമുക്ക് ഇത് കൺഫേം ആയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് TV ഓപ്പൺ ചെയ്യുന്നത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് അതിൻ്റെ പാനലെല്ലാം റിമൂവ് ചെയ്ത് ഫ്രെയിമൊക്കെ റിമൂവ് ചെയ്ത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഏകദേശം ഒരു 4 years ആയിട്ടുണ്ട് ഈ TV വാങ്ങിച്ചിട്ട്. അതിനുശേഷം 4 years ശേഷമാണ് ഇത്തരത്തിൽ കംപ്ലൈൻറ്റ് വരുന്നത്. സാധാരണ മുമ്പുണ്ടായിരുന്ന LED ടിവികളൊക്കെ കുറച്ച് ലൈഫ് കുറവാണ് ഇപ്പോഴത്തെ LED ടിവികളുടെ LED ലൈറ്റിന്. നേരത്തെയൊക്കെ നമുക്കൊരു 7 വർഷമൊക്കെ കിട്ടിയിരുന്നത് ഇപ്പോൾ വളരെ ചിലത് 3-2 വർഷത്തിനുള്ളിൽ തന്നെ കംപ്ലൈൻ്റ് ആവുന്ന ഒരുപാട് മോഡൽസ് ഉണ്ട്. അതായത് ഫേമസ് ആയിട്ടുള്ള സാംസങ് LG പോലുള്ള ബ്രാൻഡുകളിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പോകുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ. എന്നിരുന്നാലും ഇതൊരു 4 years ആയതിനു ശേഷമാണ് LED കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. സോ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരുപാട് സ്ട്രിപ്പുകൾ, അതായത് ഒരുപാട് എണ്ണം സ്ട്രിപ്പുകൾ അതിനകത്ത് ഉണ്ടായിരിക്കും. 1-2 പോയെങ്കിൽ തന്നെയും ഈ കംപ്ലൈൻറ്റ് നമുക്ക് പിക്ചറില്ലാതെ വരും. സോ ആ ഒരു കണ്ടീഷൻ നമ്മൾ ഒരിക്കലും റിസ്ക് എടുക്കരുത്. അതായത് 1-2 മാറിക്കൊണ്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കരുത്. മാറുമ്പോൾ എപ്പോഴും കംപ്ലീറ്റ് യൂണിറ്റ് തന്നെ മാറാൻ റീപ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ എന്തുകൊണ്ട് ഇത്തരത്തിൽ കംപ്ലൈൻറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഒരുപാട് റീസൺ ഉണ്ട്. ഒന്ന് ഉപയോഗിച്ചിരിക്കുന്ന LED ക്വാളിറ്റി, പിന്നെ അത് എങ്ങനെയാണ് ആ ബോഡിക്കകത്ത് ഫിറ്റ് ചെയ്തുള്ള ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മൂന്നാമത്തെ കാര്യം ഈ LED സപ്ലൈ, അതായത് പവർ സപ്ലൈ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക, അതിൻ്റെ ഡ്രൈവുകളെല്ലാം എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അനുസരിച്ചിട്ടും അതിൻ്റെ ലൈഫിനെ അത് ഡിസൈഡ് ചെയ്യും എത്രത്തോളം അത് വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ മെയിനായിട്ട് നോക്കേണ്ട 2 കാര്യങ്ങൾ നമ്മൾ ആ ബോഡിയിൽ എങ്ങനെയാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ LED വരയ്ക്കുമ്പോൾ നന്നായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ബോഡിയാണോ എന്നുള്ളത് പ്രൈമറി നോക്കുന്ന ഒരു കാര്യമാണ്. അതായത് ചില ടിവികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പ്ലാസ്റ്റിക് ബോഡി ആയിരിക്കും. അത്തരം ടിവികളിൽ ഇപ്പോൾ വരുന്ന ടിവികളിൽ പെട്ടെന്ന് തന്നെ LED പോകാറുണ്ട്. കാരണം അത്രയും ചൂടത് അബ്സോർബ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് LED പെട്ടെന്ന് പോകും. എന്നാൽ മുമ്പുണ്ടായിരുന്ന ചില ടിവികളിൽ ഫുൾ ബോഡി പ്ലാസ്റ്റിക് ആയിട്ടും LED പോകാത്ത, അങ്ങനെ അത്രയും ക്വാളിറ്റിയുള്ള LED ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോഴുള്ള LED പൊതുവെ ക്വാളിറ്റി കുറവായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോഡി ഉപയോഗിക്കുമ്പോൾ അത് പെട്ടെന്ന് പോകുന്നത് തന്നെ. ഒരു 5-6 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന വീഡിയോകോൺ, സയൻസ്, ഫിലിപ്സ് ടിവികളിലൊക്കെ പ്ലാസ്റ്റിക് ബോഡി തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അവിടെയും LED ലൈഫ് ഏകദേശം ഒരു 5 to 6 years കിട്ടിയിരുന്നു. അവിടെ പോകാത്തതിൻ്റെ കാരണം അവർ ഉപയോഗിക്കുന്ന LEDയും അതുപോലെ ആ ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടുന്നത്. ഇവിടെ നമുക്കിപ്പോൾ വരുന്ന ടിവികളിലെല്ലാം ഈ പറഞ്ഞ പോലെ LED ക്വാളിറ്റി കുറച്ച് കുറവായതുകൊണ്ടും പ്ലേസ് ചെയ്യുന്ന ഒരു മെത്തേഡ് കുറച്ച് ഡിഫറെൻറ്റ് രീതിയിലായതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. ഇവിടെ നമുക്കാണ് അതിനകത്ത് 8 LED സ്ട്രിപ്പ് വരുന്നുണ്ട്. അതും ഒരു സ്ട്രിപ്പിനകത്ത് 3 വെച്ചിട്ടുള്ള 8 വരുന്നുണ്ട്. ഇതെല്ലാം 6 വോൾട്ടാണ്. അതായത് 6 വോൾട്ടാണ് ഒരു LED വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ട്രിപ്പിൽ 18 വോൾട്ട് ഒരു സ്ട്രിപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ വേണം. അങ്ങനെ 4 ഒരു സെറ്റ്, 4 വേറെ സെറ്റ്, അങ്ങനെ അതിന് 2 പാരൽ ചെയ്തിട്ടാണ് ഇതിൽ കണക്ഷൻ കൊടുക്കുന്നത്. LED ചെക്കർ ഉപയോഗിച്ച് നമുക്ക് എല്ലാ LED ഇൻഡിവിജ്വലായിട്ട് വോൾട്ടേജ് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം.
ഇവിടെ നമ്മൾ 6 വോൾട്ട് LED ആയതുകൊണ്ട് തന്നെ LED ചെക്കറിൽ ഇതെല്ലാം വർക്ക് ചെയ്യുകയും ചെയ്യും. പക്ഷേ നമ്മൾ ബോർഡിനകത്തോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്ത് പോകുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. അതിനർത്ഥം ഏതെങ്കിലും ഒരു LED അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ LED ചില വീക്ക് ആകും. അതായത് വോൾട്ടേജ് കൂടുതലായിട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ കുറവായിട്ട് എടുക്കുമ്പോൾ ഈ 6 വോൾട്ട് LEDകളിൽ ഇത്തരത്തിൽ നമുക്ക് LED കംപ്ലൈൻറ്റ് അല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിംറ്റമാണ് കാണിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം LED തന്നെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്ത് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും. കാരണം 6 വോൾട്ട് LED 6 വോൾട്ട് തന്നെ കറക്റ്റ് ലോഡ് എടുത്താൽ മാത്രമേ ഇത്തരത്തിലുള്ള പവർ സപ്ലൈ ബോർഡ് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അങ്ങനെ വരാത്ത കണ്ടീഷനിൽ നമ്മൾ ഇത് LED ചെക്ക് ചെയ്യുമ്പോഴും വോൾട്ടേജ് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ LED കംപ്ലീറ്റ് ആയിട്ട് മാറി കണക്ട് ചെയ്ത് നോക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ LED ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം വർക്കിംഗ് ആണ്. സോ നമ്മൾ മസ്റ്റായിട്ടും LED കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെ എല്ലാം മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം എല്ലാ LEDയും അതായത് 8 കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം LED ഫുള്ളായിട്ട് വർക്കിംഗ് ആണ്. ശേഷം നമുക്കിതിൻ്റെ റിഫ്ലക്റ്റർ ഷീറ്റുകളും അതുപോലെ ഡിഫ്യൂഷർ ഷീറ്റുകളും റീഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ കണക്ട് ചെയ്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് LED ലൈഫ് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ലൈഫ് അധികം കിട്ടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനായിട്ട് ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ. ഫസ്റ്റ് നിങ്ങൾ TV വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളെപ്പോഴും മെറ്റൽ ബോഡിയുള്ള TVകൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ചില തോംസൺ കൊഡാക്ക് എന്ന ചില 40 ഇഞ്ച് TVകളിലൊക്കെ പ്ലാസ്റ്റിക് ബോഡി വരുന്നുണ്ട്. അതിൻ്റെ LED സാധാരണ ഒരു 1 ഇയർ 2 ഇയറിനുള്ളിൽ കംപ്ലയിൻറ്റ് വരുന്നത് കണ്ടിട്ടുണ്ട്. സോ അത്തരത്തിൽ പ്ലാസ്റ്റിക് ബോഡികളുള്ള TVകൾ അവോയ്ഡ് ചെയ്യുക. പകരം മെറ്റൽ ബോഡി തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഡയറക്റ്റ് LED ആണ്. അതായത് ബാക്കിൽ LED ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ടൈപ്പാണ്. എഡ്ജ് LED ടൈപ്പ് ഉണ്ട്. അതായത് ഒരു സൈഡിലെ LED എല്ലാം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു ഗ്ലാസ് വഴി റിഫ്ലക്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ്. സാംസങ് LG അല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനത്തെ ഇപ്പോൾ വരുന്ന ചില TVകളിൽ കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് കാണാറുണ്ട്. അതായത് എഡ്ജ് ടൈപ്പ് TVകളിൽ, വളരെ സ്ലിം ആയിട്ടുള്ള TVകളിൽ ഇത്തരത്തിൽ LED പെട്ടെന്ന് തന്നെ പോകും. അതുപോലെ അത് റീപ്ലേസ് ചെയ്താലും അതിൻ്റെ ഷീറ്റുകളെല്ലാം ബേണായി പോയിട്ടുള്ള ഒരു അവസ്ഥ വരാറുണ്ട്. അങ്ങനെ ബേണായി പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് പുതിയ LED ഇൻസ്റ്റാൾ ചെയ്താലും ചിലപ്പോൾ അതിൻ്റെ മാർക്കുകളൊക്കെ അതിനകത്ത് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഷീറ്റ് മാത്രമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടാറില്ല പൊതുവെ. അപ്പോൾ അത്തരത്തിലുള്ള TV വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. നമുക്ക് അത്തരത്തിലുള്ള TV കുറച്ചുകൂടെയൊക്കെ ബ്രൈറ്റ്നസ് കൂടുതലായിട്ടൊക്കെ ഫീൽ ചെയ്യും. അതായത് കുറച്ചുകൂടെയൊക്കെ ഹൈ ബ്രൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ഇത്തരത്തിൽ കംപ്ലയിൻറ്റ് വരാനും അതുപോലെ അത് പുതിയതായിട്ട് റീപ്ലേസ് ചെയ്താലും കുറച്ച് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പാടുകളും ആ ഒരു ഡിഫക്റ്റുകളൊക്കെ അതിനകത്ത് കാണാൻ സാധിക്കാറുണ്ട്. സോ അത്തരത്തിലുള്ള TVകൾ മാക്സിമം കുറച്ചധികം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. സാധാരണ ഇത്തരത്തിലുള്ള ബാക്ക് LED സിസ്റ്റത്തിനാണ് കുറച്ച് ലൈഫ് കൂടുതലുള്ളത്. പ്ലാസ്റ്റിക് ബോഡി ആയിട്ടുള്ള TVകളും അതുപോലെ എഡ്ജ് LED TVകളും മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം എഡ്ജ് LED നല്ലതെന്നല്ല, ചില ബ്രാൻഡുകളുടെ നല്ല അടിപൊളി TVകളും ഉണ്ട്. പക്ഷേ സാംസങ്ങിൻ്റെ 1-2 മോഡൽസിൽ ഈ എഡ്ജ് LED TV വരുന്നതിൽ നമ്മൾ LED പോയി കഴിഞ്ഞാൽ അത് ബേണായി പോയിട്ട് അവിടെ ഡിഫ്യൂഷർ ഷീറ്റ് ഉണ്ട്, ഒരു അക്രലിക് ഷീറ്റാണത്. അത് ബേണായി പോയിട്ട് കറക്റ്റായിട്ട് റിഫ്ലക്ഷൻ കിട്ടാതെ വരും. അവിടെ ഒരു വൈറ്റ് സ്പോട്ട് പോലെയൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ചില മോഡൽസിന് മാത്രമേ ഉള്ളൂ, എല്ലാ മോഡൽസിനും ഇല്ല. അപ്പോൾ അങ്ങനത്തെ മോഡലിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ മാക്സിമം നമുക്ക് ഇതുപോലത്തെ TVകളാണ് കൂടുതലും വരുന്നത്. അതായത് ബാക്ക് ഡയറക്റ്റ് LED ടൈപ്പ് ആയ TVകളാണ് ഇപ്പോൾ കൂടുതലും വരുന്നത്. വലിയ 50 സൈസൊക്കെ കൂടുതൽ വരുന്ന ഇത്തരത്തിലുള്ള LEDകളാണ്. ബാക്ക് ലൈറ്റ് റീപ്ലേസ് ചെയ്ത് നമ്മൾ പാനലും അതുപോലെ അതിൻ്റെ സ്പീക്കേഴ്സെല്ലാം കണക്ട് ചെയ്തൊന്ന് ഓൺ ചെയ്യാൻ പോവുകയാണ് ഇവിടെ. നിങ്ങൾക്ക് ഇവിടെ കാണാം TV ഓണായി വന്നിട്ടുണ്ട്. ഫിലിപ്സ് എന്നുള്ള ലോഗോയും അതുപോലെ ബൂട്ടിംഗ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിക്ചറില്ലാത്ത കംപ്ലയിൻ്റ് എല്ലാം ബാക്ക് ലൈറ്റ് പോകാതായിരിക്കില്ല. ചിലത് ബോർഡിൻ്റെ ഇഷ്യൂ കൊണ്ട് വരാം. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്തതിനു ശേഷം മാത്രം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.